അസ്സലാമു പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടൽ എന്ന തലക്കെട്ടിൽ ഇന്ന് ജൂലൈ 16 ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. നിമിഷപ്രിയ വിഷയത്തിലെ ഇടപെടൽ ആശ്വാസകരമായ വാർത്തയെന്ന് വിവിധ തുറകളിലുള്ളവർ എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇടപെട്ടത് മാനുഷികമായി ആണ് പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായ റിപ്പോർട്ട് ഞാൻ വായിക്കുകയാണ്. ഇടപെട്ടത് മാനുഷികമായി എന്ന തലക്കെട്ടിൽ കോഴിക്കോട് മനുഷ്യൻ എന്ന നിലയിലാണ് താൻ നിമിഷപ്രിയയുടെ പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ പണ്ഡിതരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയും സംഭവത്തിൽ നിജസ്ഥിതിയെക്കുറിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ജാതിയോ മതമോ വേർതിരിവില്ലാതെ മനുഷ്യൻ എന്ന നിലക്കാണ് വിഷയത്തിൽ ഇടപെട്ടത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ടത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് യമനിലെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് യമനിലെ പണ്ഡിതരോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പണ്ഡിതർ കൂടിയാലോചിക്കുകയും വേണ്ടത് ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. വധശിക്ഷ നീട്ടിവെച്ച ഉത്തരവ് ഔദ്യോഗികമായി ലഭിച്ചു. ദയാവധം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വേണമെന്നതിനാൽ വധശിക്ഷ നീട്ടിവെച്ചെന്ന ഉത്തരവാണ് ലഭിച്ചത്. ഇനി നിമിഷപ്രിയക്കായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് കൂട്ടിച്ചേർത്തു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. 16-നാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് മാറ്റിവെച്ച അറിയിപ്പ് ലഭിച്ചത് എന്നാണ് പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഒരു പ്രതികരണം നമ്മുടെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തുറകളിലുള്ളവർ ആശ്വാസകരമായ വാർത്തയെന്ന് വിവിധ തുറകളിലുള്ളവർ പ്രതികരിച്ചതുണ്ട്. അത് ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം. തിരുവനന്തപുരം യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി വനിത നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച തീരുമാനത്തെയും മോചന വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഇടപെടലുകളെയും സ്വാഗതം ചെയ്ത് വിവിധ തുറകളിലുള്ളവർ നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകൾ ഫലപ്രദമാകുന്നുവെന്ന വാർത്തകൾ ആശ്വാസകരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇടപെടൽ സമ്പൂർണ്ണ ലക്ഷ്യത്തിലെത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞു. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിലൂടെ മോചനത്തിനു വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് കൂടുതൽ സാവകാശം ലഭിക്കുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് ഇതിനെ വിധിയൊരുക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വധശിക്ഷ നീട്ടിവെച്ചത് ആശ്വാസകരമാണെന്നും കൂടുതൽ ശുഭവാർത്തകൾ കേൾക്കാമെന്നും കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കി. എല്ലാ വാതിലുകളും അടഞ്ഞ് മലയാളി മനസ്സാക്ഷി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. AP ഉസ്താദിൻ്റെ ഇടപെടൽ ഫലം കാണുന്നുവെന്നത് ഏറെ ആശ്വാസകരമായ വാർത്തയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP പ്രതികരിച്ചു. മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ നിർണായകമായതായി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനു വേണ്ടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനായിരുന്നു. അതേസമയം നിമിഷപ്രിയ വിഷയത്തിൽ നടക്കുന്ന എല്ലാ ഇടപെടലുകളും
സർക്കാർ തലത്തിൽ മാത്രമാണെന്ന വാദവുമായി യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം രംഗത്തെത്തി. യമൻ ഭരണകൂടവുമായി സ്വതന്ത്ര ബന്ധം നിലവിലില്ലാത്തതിനാൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന റിപ്പോർട്ട് ഏതായാലും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ നമുക്ക് ലഭിച്ചത്. ഏതായാലും അതിൻ്റെ പ്രതികരണവും അതോടൊപ്പം തന്നെ അതിൽ ഇടപെട്ട പ്രിയപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെയൊക്കെ പ്രതികരണമാണ് ഇന്നത്തെ ചന്ദ്രികയിലുള്ളത്. അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും എന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.